ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് ലാലേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റൻസി എന്ന്. പനിഷ് പറയുന്നുണ്ട്, വീട് ഭരിക്കുന്നത് ഞങ്ങളാണ് എന്നാണ് അവരുടെ അഭിപ്രായം. അതുപോലെ തന്നെ 2 നേരം മാത്രം ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, ഇവരെ വയറ് ഇവർ നന്നായി നിറയ്ക്കുന്നുണ്ടായിരുന്നു. നെവിനും ആര്യനും അക്ബറിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ അനീഷ് ഇവരെ കുറിച്ച് കുറ്റം പറയുന്നത്. ഷാനവാസ് പറയുന്നുണ്ട്, ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അസുഖമൊക്കെ ഭേദമായിട്ട് വന്നതെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ബിഗ് ബോസ് എന്നെ നന്നായി നോക്കിയിട്ടുണ്ട്, ഞാൻ തിരിച്ചു വന്നു, നല്ല രീതിയിൽ കളിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവർ ഈ ക്യാപ്റ്റൻസി മോശമായിരുന്നു, ഇവരെ പണി തരാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇവർ നോക്കിയില്ല. എല്ലാ ക്യാപ്റ്റന്മാരും നല്ല രീതിയിൽ വീടിനെ നോക്കി കൊണ്ടുപോകാനാണ് നോക്കാറ്. ഇവർ മാത്രം ഈ ക്യാപ്റ്റൻസി വളരെ ബോറാക്കി തീർത്തു. ഇനി ഇത്രയും കാലം അക്ബറിന് ക്യാപ്റ്റൻസി കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുരുതിക്ക് കണ്ണു കൊടുക്കുക എന്നൊരു പ്രയോഗം കൂടി പറയുന്നുണ്ട് കേട്ടോ. കുരുതിക്ക് കണ്ണു കൊടുക്കാതെ ഇട്ടതാണ് ദൈവം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ആ കണ്ണു കൊടുത്തത് ഞാനാണ് എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ. അതായത് ഈ ക്യാപ്റ്റൻസി കൊടുത്തത് ലാലേട്ടനാണല്ലോ ഇവർ 3 പേർക്കും. അപ്പോൾ സാപ്പുമൻ പറയുന്നുണ്ട്, അമ്പ പരാജയമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നൂറ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൻ പരാജയമായിരുന്നു ലാലേട്ട, നന്നായി ഇവർക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നൂറയായിരുന്നെങ്കിൽ നന്നായി ചെയ്യുമായിരുന്നോ? ആ ചെയ്യുമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, പാലെടുത്തൊക്കെ കുടിക്കുന്നത് കണ്ടിരുന്നല്ലോ പലപ്പോഴും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നൂറ പറയുന്നത്, എൻ്റെ ലാലേട്ട ഞങ്ങൾ കുടിക്കാറുണ്ട് പാല്. അപ്പം നിങ്ങളും കക്കുന്നുണ്ടല്ലോ, അപ്പം അനുമോളും നൂറയും കൂടി കക്കുന്നുണ്ട്, അതുപോലെ അവരും അത് ചെയ്യുന്നു, അപ്പം എന്താ പരാതികളെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആദില പറയുന്നുണ്ട്, പാഴ്മരങ്ങളായിരുന്നു ക്യാപ്റ്റൻസി. ഏറ്റവും കുറവ്, അതായത് ഇത്തിരി നല്ലത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആര്യനായിരുന്നു, ഏറ്റവും കൂടുതൽ ഭയങ്കര ബോറായിരുന്നത് അക്ബറും നെവിനായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, എൻ്റെ ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ഇവരെ 3 പേരെയും ക്യാപ്റ്റനാക്കി തീർത്തത്, പക്ഷെ അത് വൻ പരാജയമായി, ഒരാൾ പോലും നല്ലത് പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ലാലേട്ട ഞങ്ങൾ 3 ഇൻഡിവിജ്വൽസാണ്, ബിഗ് ബോസ് ഞങ്ങൾക്കാണ് പണി തന്നത്. 3 ഇൻഡിവിജ്വൽസിന് 3 തരം അഭിപ്രായങ്ങളുണ്ടാകും. അപ്പം ഞങ്ങളിൽ തന്നെ ഐക്യം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരാളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അനുമോൾ കിച്ചണിൽ കയറാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. നെവിനാണ് അപ്പോൾ കയറിയത്. ആ സമയത്ത് ഷാനവാസ്ക്കുള്ള സമയത്ത് നെവിൻ കയറി കഴിഞ്ഞപ്പോൾ നെവിൻ, അതുകൊണ്ടാണ് നെവിനെ പിടിച്ച് ക്യാപ്റ്റനാക്കാൻ തന്നെ തീരുമാനിച്ചതെന്ന് പറയുന്നുണ്ട്. പനിഷ് പറയുന്നുണ്ട്, 2 ദിവസം ഇവർ പിന്നാലെ നടന്ന് കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ് വേണം ഞാൻ പറഞ്ഞിരുന്നു, ഇവർ മീറ്റിംഗ് കൂടിയില്ല, അത് അടിയന്തരമായിട്ട് എന്തെങ്കിലും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രമാണ് ഇവർ കൊണ്ട് നടന്നിരുന്നത്, ഇവരെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരുന്നില്ല, നൂറ് അനുമോളും ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ടിക്കറ്റ് ടു ഫിനാലെ നേടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു തരം കറിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അതിനുവേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇവരുടെ ഡ്യൂട്ടി ചെയ്യാതെ ഇവർ ഈ ഗെയിമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു, അത് ഞങ്ങൾക്കും അത് തന്നെയല്ലേ ലാലേട്ടൻ ആവശ്യം എന്ന് പറയുന്നുണ്ട്. പനിമോൾ പറയുന്നുണ്ട്, ഇവർക്കുള്ള ഫുഡ് മാത്രം കഴിച്ചുള്ള പാത്രങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്, അത് കഴുകാൻ